ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റമദാൻ വ്ളോഗ്സ് അവനാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്നത്തെ പോലെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഞാൻ എന്തായാലും വീടിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ വീടിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ സുഹൂറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയം 2 മണി, പുലർച്ചെ 2 മണിയാട്ടോ. സാധാരണ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നോമ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം, തിരക്കുകളില്ല, ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, വൈകുന്നേരം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ. പക്ഷെ ചെറിയ കുട്ടികളുള്ള വീട്ടിൽ എങ്ങനെയായാലും നോമ്പിന് തിരക്കുണ്ടാവും, അതിൻ്റെ കൂടെ ഡെയിലി റൂട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നോമ്പിന് ഒരു ഉറക്കമൊഴിച്ച രാത്രികളായിരിക്കും. കാരണം നമുക്ക് പുലർച്ചെ സുബഹിന് മുമ്പ് നമുക്ക് എണീക്കണം, പിന്നെ അത്താഴം വേണം, പിന്നെ നോമ്പുള്ളവരുണ്ടാവും, നോമ്പില്ലാത്തവരുണ്ടാവും. റൂഹിക്കൊന്നും നോമ്പ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റൂഹിക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് അവൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കിടക്കാനുള്ള സമയം കിട്ടുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. പിന്നെ രാവിലെ എൻ്റെ ഓരോ തിരക്കുകളും കാരണം രാവിലെയും പറ്റുന്നില്ല, രാത്രിയിലും കഴിക്കുക, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഈ ഉറക്കമൊഴിക്കൽ കൂടുതലാവുമ്പോൾ ഉള്ളതാണ് എനിക്ക് പിമ്പിൾസ് വരില്ല കേട്ടോ, വേറെ എവിടെയും വരില്ല, അത് ഈ ഒരു ഭാഗത്ത് മാത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് ഉറക്കക്കുറവാണ് ആ ഒരു പിമ്പിൾസ് വരാനുള്ള കാരണം. എന്നൊക്കെയോ ഉറക്കമൊഴിച്ചാൽ അന്നൊക്കെ ഒരു പിമ്പിൾ ഉണ്ടാവും. സത്യമതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ചിൻ ഭാഗത്ത് മാത്രമാണ് ആ ഒരു പിമ്പിൾ വരിക, വേറെ എവിടെയും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇന്നിപ്പം സുഹൂറിന്, അതായത് അത്താഴത്തിന്, ഞാൻ ഓൾറെഡി ചോറും കറികളും ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് നോമ്പ് തുറക്ക് ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സ്നാക്സ് ഉണ്ടാക്കിയത്. പിന്നെ ഈ സ്നാക്സും അതും ഇതും എല്ലാം കൂടി കഴിച്ചിട്ട് നമ്മൾ നോമ്പിൻ്റെ ഒരു ഇത് തന്നെയാണ് പോയി കിട്ടും. അപ്പോൾ ഒറ്റ ഭക്ഷണം, ഫ്രൂട്ട്സും ഇതൊക്കെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഭക്ഷണമാണ് ഇഫ്താറിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു കഞ്ഞി, ജീരകഞ്ഞി, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് കുടിക്കും. അല്ലെങ്കിൽ പിന്നെ അതും ഉണ്ടാവില്ല. പിന്നെ അത്താഴത്തിൻ്റെ കേട്ടോ. പിന്നെ അത്താഴത്തിന് ചോറും കറികളും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നമ്മുടെ അവിൽ മിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാൽ പിഴിഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം പഴം ജസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ പഴം ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളത് എനിക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഫുഡ് കഴിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ പഴമൊക്കെ നമ്മൾ ഒരാൾ കുഴച്ചിട്ട് വേറെ ആൾ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ അവരവർ കുഴക്കാൻ പറയും. അപ്പോൾ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, എനിക്കുള്ള മാത്രം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അവലും പഴവും നട്ട്സും ഒക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അവരവർക്ക് എടുത്ത് കഴിക്കാമല്ലോ. മിക്സ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ചെറുതായിട്ടൊന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം പഴം ചെറിയൊരു പുളി ഉണ്ടാവില്ലേ, അങ്ങനെ. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫുഡ്. ഞാൻ ചോറ് കഴിക്കുന്നത്, എനിക്ക് അത്താഴത്തിന് ചോറ് കഴിക്കുന്നത് ഇഷ്ടമാണ്. ചോറുണ്ടെങ്കിൽ ചോറ് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും. അപ്പോൾ ഇന്ന് ചോറ്, പരിപ്പും ചിരങ്ങയും കൂടിയുള്ള തേങ്ങ കറി, പയറുപ്പേരി, പിന്നെ നല്ല മാന്തൾ ഫ്രൈ ആക്കിയത്, പിന്നെ എന്താ പറയുക, പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നു, പിന്നെ നല്ല നാരങ്ങച്ചാറ് നെല്ലറയുടെ, അങ്ങനെ അതൊക്കെ ആക്കിയിട്ട് ചോറ് കഴിക്കാൻ പോവാണ്. ചോറും നമ്മുടെ സ്നാക്ക്, പിന്നെ ചെറിയൊരു പപ്പടം കിട്ടിയിട്ടോ. നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് കഴിച്ചതിൻ്റെ ബാക്കി ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി കൂട്ടിച്ച് നല്ല ഉഷാറായിട്ട് ചോറ്, അതായത് നമ്മുടെ അത്താഴം അത് കഴിക്കുകയാണ്. ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ചോറ് കഴിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷേ ഉറങ്ങാണ്ട് നിൽക്കുവാണെങ്കിൽ ചോറ് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. ഞാനിനി ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഒരുപാട് തവണ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒരിക്കൽ കൂടി പറയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നല്ലോണം നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഷെയർ ചെയ്യാറ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാം, അത്രയും നല്ലത് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാറ് കേട്ടോ. കാര്യത്തിലോട്ട് കിടക്കാം. ഇത് ബാൻസു ക്ലാസ്സാണ്, റോസു അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ക്ലാസ്സിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ബാൻസുവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞിട്ട്, നമ്മൾ മാത്സിൽ കുട്ടികൾ സ്മാർട്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്മാർട്ടായ പോലെയാണ്, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടിയ പോലെ ഇരിക്കും. മാത്സിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, മൊത്തത്തിൽ കോൺഫിഡൻസ് പോകും. അപ്പം
ഈ ബാൻസൂല് ജോയിൻ ചെയ്തതിന് ശേഷം റൂസിന് അത്യാവശ്യം മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതിൽ അവർ കാൽക്കുലേഷനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, മക്കൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ തന്നെ ചിലപ്പോൾ അത് കേട്ടിരുന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെ കുറച്ചുകൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂടെ നിന്ന് നോക്കും. ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അത്രയും ഭയങ്കര രസത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ്സിൽ കൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നത്. ഭയങ്കര കഥയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. പക്ഷേ അതിൽ കൂടെ അവർ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ടാവും. ഇനി ബാൻസു മാത്സ് ക്ലാസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഇതെന്താണെന്നുള്ളത്. അതായത് 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു മാത്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഈ ബാൻസു. അതായത് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് സാധാ സ്കൂളിലെ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ മെൻ്റൽ മാത്സ് അത് പഠിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാത്സ് എളുപ്പമാവും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ നീലകണ്ഠ ഭാനു, ആൾ വേൾഡ്സ് ലാർജസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ കൂടിയാണ്. ഇപ്പോൾ ഈ ട്രെയിനേഴ്സൊക്കെ മക്കൾക്കിത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ക്ലാസ് മാത്രമല്ല എടുത്തു കൊടുക്കുന്നത്, അതിൽ കൂടെ അവരെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തിട്ട് ഇരുത്തിക്കാനും നോക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഈ ഒരു ക്ലാസ്സിൽ ഒരു 1-2 തവണ ഇരുന്നതുകൊണ്ട് മാത്സ് മൊത്തം അങ്ങോട്ട് റെഡിയാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. മാത്സ് അവർക്ക് ഇഷ്ടമാവും, അവർക്കൊരു ഈസി സബ്ജക്റ്റായിട്ട് മാറും, അത് ഉറപ്പാണ്. അത്രയും സിമ്പിളായിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ സോൾവ് ചെയ്യുന്നത് കുട്ടികൾ. അതുപോലെ തന്നെ ബാൻസു ഇപ്പം 50 മിനിറ്റിൻ്റെ ഒരു വർക്ക്ഷോപ്പും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് പാരൻസിന് ട്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വർക്ക്ഷോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് UAE, USA, UK, ഓസ്ട്രേലിയ ആൻഡ് 15-ലധികം കൺട്രീസിൽ അവൈലബിൾ ആണ്. സോ ബാൻസു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. എന്താ ഇപ്പം ഇന്നത്തെ മാറ്റം? നല്ല വെയിലത്ത് എങ്ങനെയാണ് ഇവർ കിടക്കണമെന്നാവോ. ഇവിടെ തേച്ചു അല്ലേ. അതിന് ഡോറൊക്കെ വരാറുണ്ട് ഇവിടെ സൈഡിൽ. അവർക്ക് അതിന് ബുദ്ധിമുട്ട് അറിയണ്ടാവുള്ളൂ ചൂടെടുത്തിട്ട്. എന്താണ് കേടായി അത്? പക്ഷെ അത് കേടാവുമല്ലോ നീ. ഇതല്ലേ അതിന്മേൽ എന്തോ കേടുണ്ട്, നോക്കി. ഞാൻ ആ കേടുള്ളതാണ് കണ്ടത്. അത് കേടല്ല, അതിന് തൊട്ട് മുമ്പ് ഒരു സാധനം തൊഴിൽ കിടക്കണം. തേച്ചു ഒരു ദിവസം കൊണ്ട്. തേപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനിയുള്ള മാറ്റങ്ങൾ നമ്മളെ വീടിൻ്റെ അപ്ഡേറ്റ്സ് എന്നും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വ്യൂവേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സോ വീടിൻ്റെ അപ്ഡേറ്റ്സ് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് കേട്ടോ. അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് വരുന്നത്. അപ്പോഴേക്കുള്ള മാറ്റം കാണിച്ചു തരാം. ഇവിടെ ഒന്നുമില്ല. അവിടെ എന്താ കൊട്ടത്തള്ള റെഡിയായോ? ഇവിടെ ഒരു മാറ്റം വന്നു. ഇവിടെ ഇത് അമ്മീൻ്റെ സ്പേസ്, കൊട്ടത്തളം, അവിടെ ഇരിക്കാനുള്ള സ്പേസ്. കിണറിനോട് ചാരിയിട്ടാണ് വരുന്നത്. നമ്മളെ വീട്ടിൽ 2 കിണറുണ്ട്. പക്ഷേ ഇപ്പോൾ കാണിച്ചത് ഇതൊരു കിണർ കേട്ടോ. ഇതിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്. അതും പറയത്തക്ക വെള്ളമൊന്നുമില്ല, എന്താ പറയുക, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് സ്റ്റേജ് തന്നെയാണ്. വെള്ളത്തിൻ്റെ കുറവിവിടെ നല്ലോണം ഉണ്ട്. ഇനി ഇവിടെ ഫസ്റ്റ് വേറൊരു കിണർ കുഴിച്ചിരുന്നു, അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കിണറാണ് ഇതാ ഈ കാണുന്നത്. അത് അല്ലോ ഓക്കെ. ഇതിപ്പോൾ ക്ലീൻ ആക്കിയതാണ്. ആ കാണുന്ന നമ്മുടെ കറിവേപ്പിലേൻ്റെ ആ ഒരു പോർഷനൊക്കെ മണ്ണിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് എങ്ങനെയാണ് പാസേജ്? ഈ കിണറിൻ്റെ സാധനം റെഡിയാക്കിയാലേ നന്നാവുള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്. കിണർ നല്ല വൃത്തിയാക്കിയില്ലേ. എന്തായിരുന്നു കാട് പിടിച്ച് കിടക്കായിരുന്നു അവിടെ.
വെള്ളം ഉണ്ടോ? എനിക്ക് പേടിയാണ്ട് വരുന്നത്. വേണ്ട, ഞാൻ വരുന്നില്ല. വേണ്ട അത് പിടിക്കാം. വേണ്ട വേണ്ട വേണ്ട, എൻ്റെ ഫോൺ വീടോ. പേടിയുണ്ട്, കാലത്തായിരിക്കും ഇവിടെ ഒരു പേടിപ്പിക്കല്ലേ പേടിപ്പിക്കല്ലേ. ഓ കാണുന്നില്ല, വേണ്ട. കൊട്ടത്തളം ഇവിടെ ഇനി പരത്തണ്ടേ? ഇവിടെ ഇവിടുത്തെ മതിലെന്തായി? മതിലുകൾ പുറത്തത്തെ ബാത്റൂം, താഴെ ഒരു ഗ്രേ ടൈൽസും മേലെ വൈറ്റ് ടൈൽസും. വൈറ്റ് തന്നെ എപ്പോഴും വൃത്തിയെന്ന് നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. വാഷ് ബേസിനും ക്ലോസറ്റൊക്കെ വൈറ്റ് തന്നെ എപ്പോഴും വൃത്തി, മറ്റേതാകുമ്പം നന്നാവില്ല എന്ന്. ഓക്കെ, പുറത്തത്തെ ക്ലോസറ്റ് അത് ഈ ഒരു ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. ഇതും എനിക്കിഷ്ടമല്ല ഈ ഒരു ക്ലോസറ്റ്, പക്ഷെ ഇവിടെ എല്ലാവരും പറഞ്ഞ് ഇത് വേണത്ര, പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്ലോസറ്റാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചോ. നിന്നെപ്പോലെ രണ്ടാൾക്ക് അതിൻ്റെ അകത്തോടെ കിടക്കാം. നിങ്ങളെപ്പോലത്തെ രണ്ടാൾക്കാർക്ക് പറ്റില്ല. ഇത് നമുക്കാണ് ഇരുന്നോണ്ട് പിന്നെ സത്യം പറയുകയാണെങ്കിൽ അമ്മയൊക്കെ ഒരു ഷോക്കേ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ അരച്ചുണ്ട്. ഇക്കാക്ക് നിർബന്ധമുള്ള വേറെ സാധനമായിരുന്നു അമ്മി. പുറത്ത് അമ്മി മസ്റ്റ്. പഴയ വീട്ടിലെ അമ്മിയുടെ അതന്നെയാണ് എടുക്കാൻ പോകുന്നത്. അതെവിടെ? അതെവിടെ? മേലുണ്ട്, താത്താൻ്റെ മേലുണ്ട്. അല്ല, അവിടെ ഉണ്ട്, കാക്കയുടെ വീട്ടിലുണ്ട്. ഒരു ഉരലുണ്ടായിരുന്നില്ലേ? ഉരലും അവിടെ ഉണ്ട്. എനിക്ക് തടി ഉറക്കണേ നല്ല കേട്ടോ. മറ്റേ കുത്തല്ലേ, എന്താണ് അതിന് ഉരലെന്ന് തന്നെ പറയാം. ഉരലിന്റെ കൂടെ സാധനം എന്താ പറയാ, അലക്ക. അല്ല, മേലെ പോയേക്കണ്ടേ? നീ പോയിട്ട് വേഗം വാ. രണ്ടാ കൊണ്ട് പോ. പിന്നെ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കണ്ടായിരുന്നു ഇതിപ്പോൾ പണി തീരുമോ എന്നുള്ളത്. അത് കുറച്ചോഎനിക്കറിയാം, ഇൻഷാല്ലാ തീരട്ടെ. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അങ്ങനെയൊക്കെ എന്താ പറയുക, നമുക്കറിയാം എന്തായാലും ഇൻഷാല്ലാ പെട്ടെന്ന് തീർക്കാനുള്ള പ്ലാനിങ്ങാണ് നമ്മൾ. അതൊക്കെ പോട്ടെ. ഇതാണ് പുറത്തിരുന്ന് കഞ്ഞി അടിക്കാനുള്ള തിണ്ട് കേട്ടോ. ഇതും ഇക്കാക്ക് ഇരുന്ന് കഞ്ഞി, പക്ഷെ ഇത് വീതി ഇല്ല കേട്ടോ. ഇല്ലല്ലോ, ഇക്കൊക്കെ ചമ്രം പറഞ്ഞിരുന്ന്. ഇല്ല, അത് ടൈലും കൂടി വരുമ്പോ റെഡിയാവും. പക്ഷെ ഈ ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പിന്നെ സ്റ്റെപ്പ് ഉണ്ടാവില്ല. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട്, ഇവിടുന്ന് ഒരു ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പുമ്മക്കാണ് ഈ ഇത് വരുന്നത് അല്ലേ? അതാ നല്ലത്. അത് ശരിയാ. വീട്ടിലെ ഫസ്റ്റ് വെച്ച സാധനമാണ് വിറകടുപ്പ്. അത് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. മാഷാ അല്ലാ, അതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല അതിന്. ഇൻഷാല്ലാ കുഴപ്പങ്ങളുണ്ടാവില്ല വിചാരിക്കുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു പുറത്തേക്കുള്ളത്, അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. രണ്ട് സൈഡിലോട്ടും ഡോറ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും ഡോർ ഉണ്ടായിരുന്നു. അവിടേക്കും ഇവിടേക്കും എക്സിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എക്സിറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. അവിടെ ഗ്ലാസ്സാണ് വെക്കുന്നത്. അപ്പം ഇതാണ് നമ്മളെ വിറകടുപ്പ്. അവിടെ സ്റ്റൗവും അടുപ്പ് രണ്ടും ഒരേ സൈഡിൽ വെച്ചു. അപ്പോഴേ നമുക്ക് കുക്കിങ്ങിന് എളുപ്പം ഉണ്ടാവുള്ളൂ. അടുപ്പ് വേറെ എടുത്ത് സ്റ്റൗ വേറെ എടുത്താകുമ്പോൾ എളുപ്പം ഉണ്ടാവില്ലല്ലോ അങ്ങനെ. പിന്നെ ഈ വൈറ്റ് ടൈൽസ് ഗ്ലോസി ടൈലാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ എന്താ പറയുക ടൈൽസ് വെക്കേണ്ടത്, കാരണം ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതാവുമ്പോൾ എന്താണെന്നറിയോ, തുടച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാവും. ഒറ്റ വൈപ്പിൽ എല്ലാം കണ്ട് ക്ലീനായി കിട്ടൂലേ. ഈ സ്പേസറൊക്കെ തുടച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ട് ആണ് വലിയ ടൈല് ഇങ്ങനെ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ.
हाइट पूरा सेम आएगा, सेम आएगा। नीचे टैप नीचे आएगा। स्टेप आएगा। हाँ। ओके। बताएगा। अभी बता रहे हैं अनवर को, अनवर को तो कल वो आएगा तो उसको बताएगा। ओके। എന്തൊക്കെ ഹിന്ദിയാണ് പറയണത്? സത്യത്തിൽ അത് ശരിയാണോ? ഹേ ഹൂ ഹാ ഹൂ ഹൂ ഒക്കെ പറയുന്നുണ്ട്. പറയും. ആ അവിടെയും ടൈൽ വെച്ചു, ഇവിടെയും ടൈൽ വെച്ചു. എല്ലായിടത്തും ഒറ്റ പീസായതുകൊണ്ടേ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ സീനി ഇനിയും കാണിക്കാനുണ്ട് ഇൻഷാല്ല. നമ്മളെ വീട്ടിലെ ടൈല് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കളർ ഉണ്ട്. അതിന് കളർ എന്തായിരുന്നു നമ്മളന്ന് പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ? ഓഫ് വൈറ്റ് ഒന്നല്ല, കജാരിയാണ്. കജാരിയാണ് ടൈലിൻ്റെ പേര്. വലിയ ടൈലാട്ടോ, അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ സ്പേസർ നമ്മൾ ഇട്ടിട്ടില്ല, അതവർ ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് തിക്നെസ് ഉള്ളതുകൊണ്ട് ബെൻഡ് ആവില്ല എന്ന് ഉള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എപ്പോഴും സ്പേസർ ഇട്ടിട്ട് തന്നെ ചെയ്യണം എന്നാണ് എല്ലാ ടൈലിൻ്റെ ഷോപ്പിലും പറയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളർ ഇത് ഗ്ലോസി ആട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഗ്ലോസി, മാറ്റാണോ നല്ല ഗ്ലോസി ആണോ നല്ലതെന്നൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഗ്ലോസിയാണ് എനിക്കിഷ്ടം. മാറ്റ് എന്ന് പറയുമ്പോൾ വൃത്തിയാക്കിയാലും ഇല്ലെങ്കിലും ഒരേ ലുക്കാണ്. ഗ്ലോസി നമ്മൾ വൃത്തിയാക്കിയാൽ നല്ല വൃത്തിയിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഗ്ലോസി ഈ ഒരു ടൈലാട്ടിട്ടുള്ളത് കേട്ടോ. അത് അത്യാവശ്യം ഒറ്റ പീസിന് നല്ല വലുപ്പമുള്ള ടൈലാണ്. അപ്പം സ്പേസ് ഇടാത്തതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടത്. വൃത്തിയാക്കി കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡി ആയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർക്ക് പല ഡൗട്ട്സും ഉണ്ട്. അപ്പം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ എനിക്ക് അറിയില്ല, അത് കറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക, ഏകദേശം സെറ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ല. പിന്നെ അടുത്തത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഹൗസ് വാമിങ് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായല്ലോ പറ്റിക്കണമെന്നാണ്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഇതുവരെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഹൗസ് വാമിങ് ആവാറായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് ഇതേപോലെ ഹൗസ് വാമിങ് ആവാറായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്താൽ നമുക്ക് ആ പണി തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. പിന്നെ ഈ ഹൗസ് വാമിങ് എന്നൊക്കെ ഉള്ളത് നമ്മൾ വിചാരിച്ചാലും ആ കറക്റ്റ് ഡേറ്റിലാവില്ല. അതിനൊക്കെ ഒരു പർസൻ്റ് ഒരു വിളിയും കൂടി വേണമല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ. ആരും പറ്റിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബാത്റൂമിൽ സ്പേസർ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞു? ആ ചെയ്തോളൂ. ബാത്റൂം മൊത്തം ക്ലീൻ ആക്കിയിട്ടല്ലേ ചെയ്യണത്? സ്പേസർ ഒട്ടിക്കാം. ഇനി ഇവിടുത്തെ വലിയൊരു ടാസ്ക്കാണ്, എൻ്റെ ടാസ്കിൽ പെട്ടതാണ് ഇവിടെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളത്. എന്ന് വൃത്തിയാക്കുന്ന ഒരു ഉറപ്പില്ല. നോമ്പായതുകൊണ്ട് ഭയങ്കര മടിയാണ് രാത്രി വന്ന് ചെയ്യാൻ. ഇത് മൊത്തം നമ്മൾ ഈ വേന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇനി ഇതൊക്കെ പെട്ടിയൊക്കെ പൊട്ടിച്ച് ഒക്കെ ഒന്ന് ഒരു സ്ഥലത്തോട്ട് എത്തിക്കാനുണ്ട്. ഒരു സ്ഥലത്തോട്ടെന്നല്ല, ഇവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ മൊത്തം അങ്ങനെ അലമ്പായി കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും ഹൗസ് വാമിങ്ങിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടെ കൂൾ ടൈൽസ് ഒട്ടിക്കുന്നുണ്ടല്ലോ, അത് വന്നിട്ടില്ല. ടൈൽസ് വന്നതിന് ശേഷം പറയാം. പിന്നെ ഇവിടെ സ്പേസർ ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ക്ലീൻ ആക്കാൻ ഇല്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഉള്ളൂ. പോവാം കഴിയൂലേ? എല്ലാം ശരിയാവും. ഞാനിങ്ങനെ വീഡിയോയിൽ ഓരോ തവണ ഓരോ ഡേറ്റ് പറയും. ഡേറ്റ് പറയില്ല എന്നാ ഹൗസ് വാമിങ് ആവാറായിരുന്നു. പക്ഷെ കേൾക്കുന്നവർ വിചാരിക്കണം ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്. ഇതിവരെ വർക്കേഴ്സ് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കയറിയിരിക്കാൻ പറ്റുള്ളൂ. അവരെന്തെങ്കിലും സാഹചര്യത്താൽ ലേറ്റ് ആയാൽ നമ്മളുടെ എല്ലാം ലേറ്റ് ആവും. ഓക്കെ, നിങ്ങളെന്താ കാര്യമായിട്ട് മൊബൈൽ നോക്കണം? സുറ ഹറക്ക് ഇവയിന്ന് ഇത്രയും കാലം നിന്നിട്ട് പഠിച്ച ഒരേ ഒരു അറബിക് വാക്കാണ്. ഒന്നല്ല, കുഴപ്പമില്ലാത്തൊരു വാക്കാണ് സുറ ഹറക്ക്. കാലെന്തോ കുടുങ്ങി. മണ്ണ് കെട്ടി റെഡിയാക്കിയിട്ടുണ്ടല്ലോ. എവിടെ?
അത് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അവിടെ ഉണ്ടല്ലേ ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷൻ്റെ സംഭവം അതും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അത് വെച്ച് അറിയില്ല. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ അകത്ത് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഓട്ടോമേഷൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ മൊബൈലിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നനക്കും, അതാണ് സംഭവം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം. പക്ഷെ അതൊക്കെ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. താഴെയുള്ളത് ഇനി അതിന് മുകളിലുള്ളത് അതിൻ്റെ ടീം വന്നിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണ് ഓട്ടോമേഷൻ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നൊക്കെ. ഇൻഷാ അല്ലാ പോവാം. ഇവിടെ ചില സ്ഥലങ്ങളൊക്കെ ഇക്കാൻ്റെ ഫേവറേറ്റ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഇതാ ആ കാണുന്ന തിണ്ട്, അതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അടുത്ത ഇതാ ഇവിടെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു പ്ലേസ് ആയിട്ടാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ആയി വന്നപ്പോൾ ഇക്കാൻ്റെ സ്ഥലമാക്കിയിട്ടുണ്ട്. അത് ഇനി വിശദമായിട്ടൊക്കെ റെഡി ആയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് എന്താണെന്നൊക്കെ. ഇൻഷാ അല്ലാ. മാങ്ങ ഉണ്ടല്ലേ, മാഷാ അല്ലാ. ഏതാ നിങ്ങൾ പറഞ്ഞതാ? കേടുന്ന് കണ്ടില്ലേ? ഇതാ എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ലായൊന്നുമില്ല, അത് കേടുണ്ട്. നിങ്ങളെന്താ പറഞ്ഞ അതിന് മേലെ എന്തോ സാധനം എന്നല്ല കേടുന്ന തന്നെയാ. ആ ഇപ്പം സമ്മതിച്ചിൻ്റെ വീഡിയോയിലുണ്ട് അതല്ല, അത് വേറെന്തോ സാധനം നിൽക്കുന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടെ നല്ല തണലുണ്ട് അല്ലേ, മാഷാ അല്ലാ. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ എന്തൊരു ചൂടാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഭയങ്കര കൂൾ. ആ കൊമ്പ് പിടിക്കണ്ട. ഈ രണ്ട് മാവ് എന്ന് വെച്ചാൽ 2012 മെയ്യിൽ അന്ന് വെക്കുമ്പോൾ വിചാരിച്ചിരുന്നു ഇത് നമുക്ക് തണലായി മാറുന്നു. ഇത് കുറച്ചുകൂടെ ഉറപ്പുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു ഊഞ്ഞാലൊക്കെ ഇടായിരുന്നു അല്ലേ? ഉറപ്പില്ല, അങ്ങനെ തൊടുമ്പോഴത്തേന് അതാ ഇളകുന്നു. പോവാ, നല്ല വെയിൽ. അപ്പോൾ വീടിൻ്റെ അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇൻഷാ അല്ലാ ഈ മാസം തന്നെ ഹൗസ് വാമിങ് വിചാരിക്കുന്നുണ്ട്. നടന്നാൽ നടന്നു, അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസം അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക. അപ്പം ഉമ്മാനെയും കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോകുന്നത് നേരെ റൂയിമോളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതുകൊണ്ട് പിന്നെ അവിടുന്ന് അധികം നിൽക്കാൻ പറ്റില്ല വീട്ടിൽ. റൂയിമോളെ സ്കൂൾ വിടുന്ന സമയമായിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല വൃത്തിയിൽ പോയ ആളാണ്. വന്നപ്പോൾ കണ്ടോ എന്ത് അധ്വാനം തോന്നുന്നു. സ്കൂളിൽ മുടിയൊക്കെ മൊത്തത്തിലുണ്ട് അലമ്പാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എപ്പോഴും പറയുന്നതാണ്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. സങ്കടപ്പെടുത്താത്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.